ഹായ്, എല്ലാവർക്കും ആർട്ട് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചെടികളൊക്കെ പൂത്ത ഒരു ഷോർട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റോസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പൂവൊക്കെ ഒന്ന് പോകാനായി. അപ്പോൾ അത് പ്രൂൺ ചെയ്യണം. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് റോസിൻ്റെ കെയർ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ സാഫ് എന്ന് പറയുന്നൊരു ഫംഗിസൈഡ് ഉണ്ട്. ഈ ഫംഗസുകൾ ഉണ്ടാകാതിരിക്കുക, നമ്മൾ ചെടി കട്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ ചിലപ്പോൾ ഫംഗസ് ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൂണിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫംഗിസൈഡ് നമ്മുടെ ഒരു സ്പ്രേയർ ഉണ്ട്. ആ സ്പ്രേയറിലെ 2 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ അത്യാവശ്യം അതിന് വേണ്ടി ഒരു അളവെടുത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പൂക്കൾ തീർന്നു എന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു. അത് നമ്മൾ അത്യാവശ്യം ഒന്ന് വാങ്ങിച്ചതിന് ശേഷം ഒരു തവണ പ്രൂണിങ് ഒക്കെ ചെയ്ത് പ്ലാന്റ് അത്യാവശ്യം ചെറിയ ഹെൽത്തി ആക്കി കൊണ്ടുവന്നതാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലാന്റ് ആകുമ്പം പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പൂ പിടിക്കുകയുള്ളൂ. ഇത് നമ്മുടെ ഒരു നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പൂടിയിലൊക്കെ കഴിഞ്ഞതാണ്. ഇതും ഏകദേശം ഈ പൂ ഒരാഴ്ചയോളം ആയതാണ് ഈ പൂ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ചെടി ഉണ്ടാവുള്ളൂ. നമുക്ക് വേദന ഉണ്ടാവും കേട്ടോ. കാര്യം പ്രൂൺ ചെയ്യുമ്പോഴത്തേക്ക് അയ്യോ നമ്മുടെ റോസ് കട്ട് ചെയ്ത് കളയുകയാണല്ലോ എന്നൊരു വേദന. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് അപ്പം ഡിങ്കുവാണ് പിന്നെ പറയുന്നത്, ചെടിക്ക് ഹെൽത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കട്ടിക്ക് ഒന്നും നോക്കാതെ മനസ്സാക്ഷി ഇല്ലാതെ കണ്ണിച്ചോരയില്ലാതെ കട്ട് ചെയ്ത് കളഞ്ഞോണം. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആവത്തില്ല. അത്യാവശ്യം 1-2 പൂവൊക്കെ കിട്ടും. നമ്മുടെ ചെടിയിൽ വണ്ടത്തന്മാരിരുന്ന് തേൻ കുടിക്കുന്നുണ്ടോ? തേനല്ല കേട്ടോ, ഉണങ്ങിയ ചെടിയിൽ എന്ത് തേനല്ലേ. ഒരു വണ്ടിരുന്ന് അതെ അതെ ആ ചെടിയുടെ പൂ അത് തിന്നോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഒരല്പം താഴ്ത്തി അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അത്യാവശ്യം ചരിച്ചത് കട്ട് ചെയ്ത് മാറ്റി. പക്ഷേ എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാനിത് വിടില്ല. ആ ഒരു പീസും ഞാനെടുത്ത് നടും. പക്ഷെ അത്ര ഹെൽത്തി പ്ലാന്റ് ആണോ കിട്ടുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ അത് നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ചെടിയുടെ തടത്തിൽ ഈ ഇലയും പൂക്കളുടെ വേസ്റ്റുകളും ഒന്നും വീഴാതെ കഴിവതും ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതിരുന്ന് ഫംഗസ് ആവും നമ്മുടെ ചെടിയിലേക്ക്. കാര്യം ബഡ് പ്ലാന്റുകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു റിസ്ക് കൂടുതലാണ്. അതിനെയും കട്ട് ചെയ്ത് മാറ്റി. ഇതൊരു നമ്മുടെ ക്ലൈമ്പിംഗ് ആണ് കേട്ടോ. വള്ളി പോലെ പടരുന്ന റോസാണ്. നമ്മളിങ്ങനെ എത്ര കട്ട് ചെയ്ത് കൊടുക്കുന്നോ അതനുസരിച്ചിട്ട് അതേപോലെ ഇലകൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതിന് ഒട്ടും വിഷമമോ വേദനയോ ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ ചെടി കാലങ്ങളോളം നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കായകൽപ്പ ചികിത്സയായിട്ട് കണ്ടാൽ മതി ഇതിനെ. അപ്പോൾ എന്നിട്ട് ആ ബൗണ്ടുകളിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ സാഫ് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ആ മുറിവുകളിൽ കൂടെ ഒരിക്കലും നമുക്ക് ഫംഗസ് ചെടിയെ ബാധിച്ച് ചെടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പെസ്റ്റിസൈഡും കൂടി അടിക്കാൻ സമയമായിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടിയിൽ ഒരു പുഴു ഇരിക്കുന്നുണ്ടോ? ഈ പുഴു ഇലയെല്ലാം തിന്ന് തീർക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്കെടുത്ത് മാറ്റാം ഗൈസ്. ഇവൻ പ്രശ്നമാണ്. ഇവനാണ് നമ്മുടെ ചെടിയുടെ ഇല മുഴുവൻ തിന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനെ നമുക്ക് ആവശ്യമില്ല, അവനെ നമുക്ക് കളയാം. അപ്പോൾ ഇനിയാണ് നമുക്ക് സങ്കടം വരുന്ന ഒരു പ്രൂണിങ്. ശരിക്കും നമുക്ക് നന്നായിട്ട് ഒരുപാട് പൂക്കൾ തന്നൊരു ചെടിയാണ് കേട്ടോ ഈ വെള്ള റോസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുമുണ്ട്. നല്ല പ്രൂണിങ്ങും കൊടുക്കണം അവന്. അത്യാവശ്യം വലിയൊരു പീസ് അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ട, ഇങ്ങനെയല്ല, അതിൻ്റെ എല്ലാ തണ്ടുകളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വേദന വിഷമോ വിചാരിക്കരുത്. നമ്മുടെ ചെടി കുറച്ചുകൂടെ ഹെൽത്തിയായി നമുക്ക് നല്ല പൂക്കൾ ഇനിയും കിട്ടണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അവനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നു. അതേപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ സാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡുകൾ തേക്കാൻ മറന്നു പോകരുത്. നമ്മുടെ കട്ടറിൽ നമ്മൾ ഫംഗിസൈഡ് തേക്കുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ് കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിറയെ പൂവോടെ നിന്ന് ആ റോസാച്ചെടി നമുക്ക് ഒരുപോലും ഇല്ലാണ്ടാവുന്നുണ്ട്. പക്ഷേ വിഷമമില്ല. ഫംഗിസൈഡും കൊടുത്ത് അതിനുശേഷം ഒരു പെസ്റ്റുമൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ വളമിട്ട് കൊടുക്കും. ആ വളത്തോടുകൂടി കൂടുതൽ പൊട്ടിക്കിളുക്കും, നമുക്ക് നല്ല പൂക്കൾ കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മളായിരുന്നു അപ്ഡേഷൻ വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് ഈ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ബഡ് റോസില്ലേ, ഈ ബഡ് റോസ് എല്ലാവർക്കും കിട്ടുന്നില്ല. ഒരു തവണ പൂവിട്ട് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അത് നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്ക് വാങ്ങിച്ചതിനകത്ത് ഒരു റോസല്ലേ അങ്ങനെ പോയുള്ളൂ അല്ലേ. നമ്മൾ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. അതെ, അതിൻ്റെ കെയർ കൃത്യമായിട്ടാണെങ്കിൽ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല കെയർ കൊടുത്താൽ
നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും ചെടി. അങ്ങനെ നമ്മൾ നിറയെ പൂവിട്ട് നിന്ന ആ വെള്ള റോസിനെ അത്യാവശ്യം ഹാർഡ് പ്രൂൺ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ അതെ അല്ലേ, ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഫംഗസ് അടിച്ചിട്ട് നമ്മുടെ ചെടികൾ കറുത്ത കുത്തുകൾ വീണ്ട് തണ്ടേന്ന് ചെടികൾ പൂർണ്ണമായിട്ടും അത് താഴേക്ക് പടർന്ന് അതിൻ്റെ നല്ല തണ്ടിനെ വരെ ബാധിച്ച് ചെടി പൂർണ്ണമായിട്ടും പോകുന്നൊരു പ്രശ്നം റോസയ്ക്ക് കണ്ടുവരുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഈ ഫംഗിസൈഡ് മസ്റ്റാണ്. റോസ ആരൊക്കെ ആഗ്രഹിച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യമായിട്ടും ഇത്തരത്തിലുള്ള ഫംഗിസൈഡും പെസ്റ്റിസൈഡും മസ്റ്റാണ്. അതില്ലാണ്ട് നമുക്ക് റോസയുടെ കെയറിങ് കൊണ്ടു നടക്കാൻ പറ്റില്ല. റോസ നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ വളർത്താൻ പറ്റില്ല. എല്ലാ ചെടിയും ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ റോസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് റോസ് വാങ്ങിച്ചത്. പക്ഷേ നമ്മളതിൻ്റെ കെയറിങ് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് മനസ്സ് നിറയെ സന്തോഷം കിട്ടുന്ന പൂക്കൾ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ ഇപ്പം മാനസികമായിട്ട് വേദനയില്ല. നല്ല നാളേക്ക് വേണ്ടി നമ്മൾ പിള്ളേരെ വഴക്ക് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ കണ്ടാൽ മതി. അങ്ങനെ നമ്മൾ ഈ വെള്ള റോസയെ പൂർണ്ണമായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്യുക. അങ്ങനെ നിറയെ ഇലകളുമായിട്ട് നിന്ന നമ്മുടെ വെള്ള റോസ, ഇലകളും നിറയെ പൂക്കളുമായിട്ട് നിന്ന വെള്ള റോസയുടെ അവസ്ഥ ഉണ്ടോ ഇപ്പോഴത്തെ? അത് മുഴുവൻ നമ്മൾ കട്ട് ചെയ്താൽ ഇത്രയും പൂക്കളുണ്ട്. ഈ പൂക്കൾ ജസ്റ്റ് ഒന്ന് എണ്ണി കാണിച്ചു തരാം. ഇതിൽ 3, 4, 5, 2, 4, 5, 6, 7 പൂ ഒരു തണ്ടയിലുണ്ടായിരുന്നു. ഇതിൽ 3 പൂ ഉണ്ടായിരുന്നു. 10, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 27 പൂക്കളുണ്ടായിരുന്നു ആ ഒരൊറ്റ റോസ ചെടിയിൽ. അടിപൊളി പൂക്കളാണ് അത് തരുന്നത്. പക്ഷേ നമുക്ക് നല്ല വണ്ടിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. വണ്ടത്തന്മാരെല്ലാം പൂ തിന്ന് നശിപ്പിച്ചേക്കാണ്. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ നല്ല 2 മഴ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കതിന് പെസ്റ്റ് അടിച്ചിട്ടും ഗുണം ഉണ്ടായില്ല. അതിനുശേഷം നമ്മൾ വാങ്ങിച്ച വേറൊരു മഞ്ഞ റോസായിരുന്നു. ഇതിൽ നല്ലൊരു പൂ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് പൂ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്തു. അത്യാവശ്യം പ്ലാന്റ് ഒന്ന് ഹെൽത്ത് ആവാൻ വേണ്ടി നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുക. അതുപോലെ നല്ല എത്തുകൾ പൊട്ടിയേക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള എത്തുകൾ പൊട്ടി വരുന്നത്, ചോട്ടിനൊക്കെ പൊട്ടി വരുന്നുണ്ടോ. ഇനി നമുക്ക് പ്രൂൺ ചെയ്യാനുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂ ഏകദേശം 1-2 ആഴ്ച ആയിട്ടുണ്ട്. പിന്നെ നമുക്കതും പ്രൂൺ ചെയ്യണം. അതും നമ്മൾ മാനസിക വേദനകളൊന്നുമില്ലാണ്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂക്കൾ കിട്ടും. തുടർന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മഴ വരുന്നുണ്ട്. അപ്പോൾ മഴ വരുമ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെയും നമുക്ക് പ്രശ്നമാവും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ പ്രൂണിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ മഴയൊക്കെ മാറി നമ്മൾ വീണ്ടും പ്രൂണിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൽക്കട്ട റോസ് പോലെ നിൽക്കുന്ന ഒരു വെറൈറ്റി ആയിരുന്നു. മുട്ടൊക്കെ ഉണ്ട്. അത് ചെറിയ ഫംഗസൊക്കെ അടിച്ച് നിന്ന റോസായിരുന്നു. അപ്പോൾ നമ്മളത് പിന്നെയും ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. പക്ഷേ ബ്ലാക്ക് ഡെത്ത് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇനിയും നല്ല കെയർ, ഫംഗിസൈഡൊക്കെ ഇഷ്ടംപോലെ ആവശ്യമുണ്ട്. ഇതിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്, ഉണ്ടോ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വൺസ് ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കെയർ പിന്നെയും കൊടുത്തില്ലെങ്കിൽ അത് ചെടിയോടെ പോകും. നമ്മളത് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഇതിൻ്റെ പൂ ഒന്ന് കാണിച്ചു തരാമേ. ഇപ്പോൾ കട്ട് ചെയ്തതിനകത്തു നിന്നുള്ള പൂ കണ്ടോ, വളരെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടംപോലെ പൂക്കുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ചെടിയെ വേദനിപ്പിക്കുന്നതൊന്നും തോന്നണ്ട. നമുക്ക് അതിനാണ്ട് കറുത്ത സ്പോട്ടുണ്ട് ആ ഒരു പോർഷനിൽ. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും ഫ്യൂച്ചറിന് നല്ലത്. ചോട്ടിനൊക്കെ പൊട്ടി കിളിത്തോളും, പേടിക്കേണ്ട പ്രശ്നമില്ല. നമ്മൾ പ്രൂൺ ചെയ്ത് വിടാനുള്ള അടിപൊളി പൂക്കളാണ് കാണുന്നത്. സങ്കടം ഉണ്ടല്ലേ. നമ്മളെന്താ മഴ വന്നപ്പം കട്ട് ചെയ്തതെന്ന് അറിയാമോ? നമ്മുടെ വീഡിയോനെ സ്റ്റോപ്പ് ചെയ്തു, നമ്മൾ പ്രൂണിങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കട്ട് ചെയ്ത പോർഷൻസിൽ കൊണ്ട് സാഫ് അടിച്ചിട്ടോ പേസ്റ്റ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. കാര്യം മഴ പെയ്ത് അതങ്ങ് പോവും. നമ്മുടെ ചെടിക്ക് അത് ഗുണമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെയും മഴയ്ക്ക് ശേഷം അതേ ചെടിയിൽ തന്നെ 2-3 പൂവും കൂടി ഉണ്ടായിരുന്നു. അപ്പം 3 പൂ പിടിച്ച തണ്ടുകൾ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. ഒരു 3 എണ്ണം കൂടെ ഉണ്ട് നമുക്ക് ആ ചെടിയിൽ തന്നെ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അവിടെ സാഫ് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഒരു അടിപൊളി വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഈ പൂ ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നില്ല ഇതിൻ്റെ കളർ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മങ്ങി. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഒരാഴ്ച കഴിഞ്ഞില്ലേ?
ഒരാഴ്ചയായി കഴിഞ്ഞില്ലേ? പിന്നെ ഒത്തിരി ഇതിൻ്റെ തന്നെ കട്ട് ചെയ്ത പൂവുണ്ടോ? ഇത് നല്ല നല്ല കളറാണ് കേട്ടോ. നല്ല ദിവസം പൂ നിന്നു. അതെ, നന്നായിട്ട് പൂ നിന്നു, കുറേ ദിവസം നിന്നു. മൊത്തത്തിൽ നമുക്ക് 7 പൂ ഈ ഒരു ചെടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആ ചെടിയുടെ നല്ല ഹെൽത്ത് മുഴുവൻ എടുത്തിട്ടാണ് അത് പൂത്തേക്കുന്നത്. അപ്പോൾ ഇനി അതിനെ നമ്മൾ നീളം വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ ബുഷിയാക്കി കൂടുതൽ മുട്ടുകൾ ഉണ്ടാവാൻ വേണ്ടി, കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവാൻ വേണ്ടി നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റുക. അടുത്ത സെയിം ഏകദേശം അതേപോലെ തന്നെ നിൽക്കുന്നൊരു പൂവാണേ, ഒരു വെറൈറ്റി. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു തവണ പൂത്തതാണ്. അതിനുശേഷം നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷമാണ് അതിൽ പിന്നെ 2 പൂവുണ്ടായത്. പക്ഷേ ആ ചെടി ഇപ്പോഴും ഹെൽത്തി ആയിട്ടില്ല. നമ്മൾ ഏതൊക്കെ കളേഴ്സാണ് എന്നൊന്നറിയാൻ വേണ്ടി ഒരു പൂടിയിൽ നമ്മൾ ട്രൈ ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി ഏതൊക്കെ ചെടികളാണ് ഏതൊക്കെ പൂക്കളാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ അതിൽ കുറച്ചുകൂടെ പ്ലാന്റിനെ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അപ്പം ഒരു മാസത്തിൽ 2 തവണ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കും. അപ്പോഴത്തേക്ക് അത് പൊട്ടിക്കിളുക്കും. കിളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റോസ് പൂക്കാൻ വേണ്ടി നമ്മൾ DAP പോലെയുള്ള വളങ്ങൾ കൊടുക്കും. അപ്പോഴത്തേക്ക് അത് നല്ല പൂക്കളുമായിട്ട് വരും. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്ഡേഷൻസ് കാണിക്കാം. നമ്മുടെ ഈ പ്രൂണിങ്ങും നമ്മളുടെ സാഫും പെസ്റ്റിസൈഡും ഒക്കെ എത്രമാത്രം നമുക്ക് റിസൾട്ട് തരുന്നുണ്ടെന്ന് കാണിച്ചു തരാമേ. നമ്മുടെ മറ്റൊരു ക്ലൈമ്പിംഗ് ആണല്ലേ, നാടൻ വെറൈറ്റിയാണ്, ക്ലൈമ്പിംഗ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് പടർത്തി എടുക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ഇഷ്ടംപോലെ എത്തുകൾ പൊട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പടർത്തി എടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു റോസ് കണ്ടോ, കുഞ്ഞു പൂവാണ്, പക്ഷെ നല്ല റെഡാണ്, ബ്ലഡ് റെഡ് കളറാണ്. പക്ഷെ ഇന്നാണ് അത് പൂത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല, പൂത്തതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളതിൽ വലിയ പണിക്ക് പോകുന്നില്ല. ആ പൂവൊന്ന് പൂർണ്ണമായിട്ടും വിരിയട്ടെ. പുതിയ പൂവ്, എന്ന് വിരിഞ്ഞ പൂവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചില എൻഡുകളൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ സാഫ് അടിച്ച് കൊടുക്കുന്നു. ഫംഗസ് ഉണ്ടാവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സാഫ് കൊടുക്കണം. 10-15 ദിവസം കൂടുമ്പോഴെങ്കിലും സാഫും പെസ്റ്റിസൈഡും ഒക്കെ നമ്മൾ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ. പിന്നെ വരുന്നത് ഈ റോസ് ഏതായിരുന്നു? അതൊരു നാടൻ വെറൈറ്റിയാണ്. അത് നമ്മൾ ഓൾറെഡി ഒരു പ്രൂണിങ് കഴിഞ്ഞതാണ്. ഒരു പ്രൂണിങ് കഴിഞ്ഞിട്ട് നമ്മൾ വളമൊക്കെ ഇട്ടിട്ട് എത്തുകൾ പൊട്ടുന്നുണ്ട്. എത്രമാത്രം നമ്മൾ പ്രൂൺ ചെയ്യുന്നോ അത്രയും നമുക്ക് എത്തുകൾ പൊട്ടി വരും. റോസ് അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് റോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ നോക്കുക. ഇതാണ് നമ്മുടെ മറ്റൊരു കൽക്കട്ട വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച റോസാണ്. നിറയെ പൂക്കും, കുനാന്ന് പൂക്കും, ചോട്ടീന്ന് പൊട്ടിക്കിളക്കും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിടുകയാണ്. കാര്യം പ്രൂണിങ് ഇല്ല എങ്കിൽ ഈ ചെടികളൊക്കെ നമുക്ക് 1-2 പൂവിടിയിൽ കാലം കഴിയുമ്പോഴത്തേക്കും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മാനസികമായി വേദനകളൊന്നും സൂക്ഷിക്കാതെ നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്താം. നമ്മളുടെ ആവശ്യം നമുക്ക് ഈ ചെടികൾ കാലങ്ങളോളം നിൽക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ചെടികളുടെ എത്ത് വെട്ടിക്കോ, അതൊന്നും പിന്നെ പൊട്ടിക്കളിക്കാം. നമുക്ക് കുറച്ചുകൂടെ ബുഷായിട്ട് നിൽക്കാം. നമ്മൾ അത്രയും പൂവ്, എനിക്കൊരു 10-15 പൂവുണ്ടാവും. അത് ഫുള്ള് എണ്ണിക്കിട്ടെങ്കിൽ എത്ര പൂവുണ്ടെന്ന് നോക്കി. അത്രയും പൂവ് ആ കമ്പയെ നമ്മളിങ്ങനെ വെട്ടിയെടുത്തു കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 പൂവും പിന്നെ 2-3 മുട്ടും. ഒരു മുട്ടും ഉണ്ടായിരുന്നു. അത് നമ്മളത് വിരിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. പക്ഷേ ആ ചെടിയുടെ ആരോഗ്യം നശിച്ചു പോയി. ഇനി അതിന് നമ്മൾ നല്ല വളം കൊടുത്ത് പ്രൂൺ ചെയ്ത് അതിനെ നമ്മൾ സെറ്റാക്കി എടുക്കണം കേട്ടോ. അതെ അതെ അതെ, ഇതൊന്നും നമുക്ക് നഷ്ടമല്ല, നമുക്കിത് പാകാൻ പറ്റും. നമ്മളിപ്പോൾ അതുകൂടെ കാണിക്കുന്നുണ്ട്. ഈ ഇത്രയും നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റുന്ന സാധനങ്ങൾ മുഴുവൻ നമ്മൾ പാകും കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഓൺ റൂട്ടഡ് വെറൈറ്റീസാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത സാധനമില്ലേ, ബഡ് അല്ല, ഓൺ റൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് സെയിം തൈകൾ ഉണ്ടാക്കി എടുക്കാനും പറ്റും. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സാഫ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊട്ടിക്കിളിക്കും. നമുക്ക് ആ ചട്ടി നിറയെ നല്ല ബുഷായിട്ട് നിൽക്കും. അങ്ങനെയാണ് ആ ചെടി വളർത്തേണ്ടത്. നല്ല അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്കുള്ള ഭംഗി നമ്മൾ ഒഴിവാക്കുകയാണ്. നമുക്ക് നല്ല ചെടി നല്ല ആരോഗ്യത്തോടെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി നമുക്കതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള വളങ്ങൾ കൊടുക്കണം. ഇത് നമുക്ക് നമ്മൾ 1-2 പ്രൂണിങ് ഒക്കെ ചെയ്ത് ബഡ് റോസ് വാങ്ങിച്ചതാണ്. അതെ അതെ അതെ, കണ്ടോ ഈ ഇലയൊക്കെ മഞ്ഞിച്ച് പോകുന്നുണ്ട്. അതിന് നമ്മൾ ഫംഗസ് ഒക്കെ കഴിഞ്ഞ 2-3 മഴകൾ ഉണ്ടായിരുന്ന കാരണം ഫംഗിസൈഡൊന്നും അടിച്ചിട്ട് അത് വർക്കായിട്ടില്ല. അപ്പോൾ ഇലകളിലൊക്കെ മഞ്ഞളിപ്പ് ഉണ്ട്, ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്. അതൊക്കെ ഫംഗസിൻ്റെ ലക്ഷണങ്ങളാണ്. അത് ഒന്ന് കെയർ ചെയ്തോളൂ. ആരെങ്കിലുമൊക്കെ റോസ് ഉണ്ട് എൻ്റെ കെയറിങ് കാര്യമായിട്ട് എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കണ്ടോ ഈ ഇലയൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ ഇലയിൽ കാണുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടോ, ഇതൊന്നും വെറുതെ വരുന്നതല്ല. നമുക്ക്
സ്കിന്നിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് പോലെ തന്നെ റോസിനുണ്ടാകുന്ന ഫംഗസാണ്. ഈ ഫംഗസ് ശരിക്കും ഈ ചെടിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളൊരിക്കലും ഈ ഫംഗസ് വന്ന ഇലകളൊന്നും ഇവിടെയെങ്കിലും വെച്ചേക്കുക പോലും ചെയ്യരുത്. ഇതെല്ലാം നമ്മൾ നശിപ്പിക്കണം. അപ്പോൾ ഇതിന് നന്നായിട്ട് ഫംഗിസൈഡും അടിച്ചു കൊടുക്കണം. അപ്പുറത്തെ ഒരു ഇലയുണ്ട്, ആ പൂവിൻ്റെ മൊട്ട് വന്നതിൽ വരെ ഫംഗസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് റോസ് കെയറിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. വേറെ ഒരു പ്ലാന്റിലും അത് ടച്ച് പോലും ആവരുത്. അത്രമാത്രം കെയർ കൊടുക്കണം. നല്ല മഞ്ഞ ഒരു റോസാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് പൂത്തിട്ടില്ല അത്. പൂവ് കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ പൂ വന്ന് എന്താണെന്ന് നോക്കാൻ വേണ്ടി ആ മുട്ട ഇപ്പോൾ കട്ട് ചെയ്യാൻ നിർത്താം. എന്നിട്ട് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാം. മഞ്ഞയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് ഈ താഴത്തെ ഇലയ്ക്ക് ഫംഗസ് ഉണ്ട്, അത് മാറ്റിയിടേ. ഒരെണ്ണത്തിന് വന്നാൽ മതി, എല്ലാത്തിനും വരുന്നുണ്ട്. അതെ അതെ, തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലാന്റിന് കണ്ടോ ഫംഗസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റോസൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും മുട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. അഥവാ മുട്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മളതിൻ്റെ കെയർ നന്നായിട്ട് നോക്കുക. ഒരു ചെടിക്ക് ഫംഗസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫംഗസ് ഉണ്ടെങ്കിൽ ഇത് ഇവിടെയുണ്ട്, എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ചെടിക്ക് നല്ല പ്രശ്നം, പുതിയ ഇലയ്ക്ക് വരെ ഇതിന് ഫംഗസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുക. ഇപ്പോഴത്തെ താഴേക്ക് ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഓർത്തത്, നമ്മുടെ ചെടികൾ നമ്മുടെ ചട്ടിയിലിരുന്ന ബാക്കിയുള്ള ചെടികളെല്ലാം പനയും കണ്ണാടിച്ചെടിയും അരേലിയും എല്ലാം നമ്മൾ താഴേക്ക് തൽക്കാലം എടുത്തൊന്ന് സെറ്റ് ചെയ്തായിരുന്നു. ഇവിടെ കുറച്ച് പണി വന്നപ്പോഴത്തേക്ക് അതെല്ലാം നമ്മുടെ താഴെ ഇരിപ്പുണ്ട്. അതെല്ലാം ഇപ്പോൾ ഒരു കെയറില്ലാണ്ട് കൂട്ടം കൂടി ഇരിക്കുക. മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു പൂ തന്ന റോസ് ആണ് കേട്ടോ. ഇത് ഒരാഴ്ച ആയിട്ടുണ്ടാവും അല്ലേ? ഈ പൂ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്, പൊഴിഞ്ഞിട്ടില്ല. നല്ല അതെ അതെ അതെ. ഈ ചെടിച്ചട്ടിക്കകത്ത് ഏതോ ഒരു തണ്ട്, കുഞ്ഞു തണ്ട്, നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത പോലെ പ്രൂൺ ചെയ്തിട്ട് വെട്ടിക്കുത്തിയൊരു, ഇതിൻ്റെ വെറൈറ്റിയേ അല്ല, സെയിം ചട്ടിയിൽ ഒരു കുഞ്ഞു കമ്പ് വെച്ചത്, അത് കയറി നല്ല സെറ്റായിട്ട് പൂട്ട് വന്നേക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ട് ഈ പറയുന്ന കമ്പുകൾ കുത്തി വെച്ചാൽ നല്ല പ്ലാന്റ് കിട്ടും. അതിന് ഈ പറയുന്ന പോലെ ഫംഗസ് ഒന്നും അടിക്കാതെ നോക്കുവാണെങ്കിൽ അതിനെ നമുക്ക് നല്ല ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത്. നല്ല കിടില 2 പൂ കിട്ടിയിട്ട് അടുത്ത മുട്ട അതിൽ വരുന്നുണ്ട്. അതും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചിട്ട് കയറി വരും. മറ്റൊരു ക്ലൈമ്പിംഗ് റോസ് ആണിത്. ഇത് ഒരു റോസ് കളറിലെയാണ്, നിറയെ മുട്ടുകൾ വരുന്നുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ മുഴുവൻ മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുട്ടുകൾ നിർത്തിയിട്ട് ആ പൂവിൻ്റെ ഭാഗം, പൂ വന്ന ഭാഗം, അതെ ഒരു ബട്ടൺ റോസ് ആണ് ക്ലൈമ്പിങ്ങിൽ അല്ലേ. അതിൽ 2 പൂവാണ് ആദ്യം വന്നിട്ടുണ്ടായത്, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബാക്കി നിറയെ മുട്ട് വന്നിട്ടുണ്ട്. ക്ലൈമ്പിംഗ് തന്നെയാണ് കേട്ടോ. ഇത് സാഫ് തേച്ചിട്ടും കാര്യമില്ല, വൈറ്റ് ഒന്നുകൂടെ അടിച്ചു. അതെ അതെ, നല്ല മഴ പെയ്തുകൊണ്ടേ സാഫ് ഇപ്പോൾ തേച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ സ്പ്രേയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളെയും നമ്മൾ ഫംഗിസൈഡൊക്കെ അടിച്ച് കൊടുക്കണം, കാര്യം ഇതില്ലെങ്കിൽ പണി കിട്ടും മഴ പെയ്താലേ. മറ്റൊരു റോസ് നമ്മൾ നന്നായിട്ട് ക്ലൈമ്പിംഗ് ആണ് കേട്ടോ. റെഡ് ക്ലൈമ്പിംഗ്, അതെ റെഡ് ബട്ടൺ ആണ് തോന്നുന്നല്ലേ. അതിൽ പൂ വന്നിട്ടില്ല, മുട്ട് വന്നിട്ടുണ്ട്. ആ റെഡാണ്, ബട്ടണാണ്. മുട്ടുണ്ട്. അതെ നമ്മൾ പൂ വന്നിട്ടില്ല, വരുന്നതേ ഉള്ളൂ. അത് നമ്മൾ ആദ്യമേ വാങ്ങിച്ചപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ചെടി ഇവിടെ വരെ ആയത്. അത്യാവശ്യം ഹെൽത്തി ആയി. ഇനിയിപ്പോൾ അതിനെ നമുക്ക് പൂക്കാൻ അനുവദിക്കാം. ചോട്ടിനൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതെ, ക്ലൈമ്പിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പടത്താൻ വേണ്ടി ഇനി ചോട്ടി എന്നുള്ള എത്തുകളെല്ലാം നമ്മൾ മുകളിലേക്ക് വളർത്തി പടത്തി വിടും. അതാണ്. പിന്നെ ഒരു ക്ലൈമ്പിംഗ് റോസും കൂടെ നമുക്കുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു പൂ അല്ലേ, ഒരു പൂ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് അധികം ദിവസം നിന്നില്ല കേട്ടോ. ഓൺ റൂട്ടഡ് റോസ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഓൺ റൂട്ടഡ് റോസുകൾക്കൊരു പ്രശ്നം, ഹൈബ്രിഡ് മറ്റേ ബഡ് റോസിൽ വരുന്നതല്ലെങ്കിൽ അത് പൂവ് അധിക ദിവസം നിൽക്കില്ല. ഇതിപ്പോൾ 2-3 ദിവസം നിന്നുള്ളൊരു വെള്ളപ്പൂവായിരുന്നു. ഇതൊരു പുതിയ മഞ്ഞ, ഇത് ആദ്യമായിട്ടാണ് പൂക്കുന്നത്. നമ്മൾ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആക്കി എടുത്താണ്. ഈ 100 രൂപയ്ക്ക് 3 എണ്ണമൊക്കെ കിട്ടുന്ന ചെടി വാങ്ങിച്ച് വെച്ച ചെടിയാണ്. അതിപ്പോഴാണ് ഹെൽത്തി ആയത് പ്ലാന്റ് ശരിക്കും. അതൊരു മഞ്ഞ മുട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ 2 ദിവസത്തിനകത്ത് അത് പൂ വരും. അതിനുശേഷം നമ്മളത് നോക്കണം. ഇപ്പം നിലവിൽ അതിൻ്റെ ആ ബ്ലാക്ക് ഫംഗൽ അടിച്ചിട്ടുള്ള ചെറിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതാണിപ്പോൾ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു പൂ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ നാടൻ പെറ്റൂണിയ വെറൈറ്റിയാണ്. പെറ്റൂണിയ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതിൽ നാടൻ വയലറ്റ് കളറിലെ പൂവാണ്. അടിപൊളി വെറൈറ്റിയാണ്. ഒരു ഇഷ്ടം പോലെ പൂവ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നമ്മളത് വലിയ കെയറൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കിടുക്കാച്ചയായിട്ട് ചട്ടി നിറയെ പൂ തരുന്നൊരു വെറൈറ്റിയാണ് പെറ്റൂണിയ എന്ന് പറയുന്നത്. നമ്മളിതിൽ നിന്നും, ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ്. കുറേ വെട്ടിക്കുത്തി പുതിയ തൈകളാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം പൂക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ കാണിച്ചു തരാം. ഇനി നമുക്ക് പ്രൂൺ ചെയ്യാനുള്ളത് ഈ പറയുന്ന ക്ലൈമ്പിങ്ങിൽ ഒരു വെള്ള റോസും കൂടിയാണ്. ഒരു പൂവേ അത് ഇട്ടിട്ടുള്ളൂ. നമ്മൾ പൂക്കാൻ വേണ്ടി വളമൊന്നും അതിന് കൊടുത്തിട്ടില്ല. ഇനി അത് പ്ലാന്റ് ഇപ്പോഴാണ് ഹെൽത്തി ആയത്. ഇനി നമ്മളത് പൂക്കാനുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ റോസിൻ്റെ പ്രൂണിങ്ങിൻ്റെ അപ്ഡേഷൻ. നമുക്ക് 10-20ഓളം റോസ് ചെടികളുണ്ട് മൊത്തത്തിൽ. ഇതെല്ലാം നമ്മുടെ നാടനുമുണ്ട്, നമ്മൾ വാങ്ങിയതുമുണ്ട്. വലിയ ഹെൽത്തൊന്നും ഉണ്ടായിരുന്ന പ്ലാന്റ് അല്ല. നമ്മളിത് വാങ്ങിച്ച് കൊണ്ടുവന്ന് 2-3 തവണ പ്രൂണൊക്കെ ചെയ്ത് വളമൊക്കെ കൊടുത്ത് ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ അടിച്ച് സെറ്റാക്കി എടുത്ത പ്ലാന്റാണ്. അപ്പം റോസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, റോസിനെ പരിപാലിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും റോസിനെ പ്രൂൺ ചെയ്ത് ഫംഗിസൈഡും പെസ്റ്റിസൈഡും വളങ്ങളും ഒക്കെ ആഴ്ചയിൽ വേണ്ടത്ര ഇടവേളകളിൽ കൊടുത്ത് പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസവും പൂ കിട്ടുന്ന തരത്തിലേക്ക് റോസിനെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പം ചെടികളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കണ്ടതെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളുടെ റോസിൻ്റെ അപ്ഡേഷൻ, റോസിൻ്റെ പ്രൂണിങ്ങിൻ്റെയും കെയറിങ്ങിൻ്റെയും ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.